അമൽ വ്യാഴാഴ്ച പരാതി കൊടുത്തു, ഇത് ഞായറാഴ്ചയാകുന്നുള്ളൂ. 16 പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ വെറുതെ പോസ്റ്റുകളല്ല, അത് ഓരോന്നും ലാപ്ടോപ്പ് ഉയർത്തിയുള്ള വീഡിയോ പോസ്റ്റുകളാണ്. അത്രയധികം ദൈർഘ്യമുള്ള 16 വീഡിയോ പോസ്റ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചുകൊണ്ട് ഈ 4 ദിവസം കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ്? ആര്യ, രാഹുലിനെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൈക്കാട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല കൊണ്ടുപോയിരിക്കുന്നത്, തിരുവനന്തപുരത്തെ AR ക്യാമ്പിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുന്നു. രാഹുലുമായുള്ള വാഹനം ഇതിനോടകം തന്നെ AR ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസിന്റെ നീക്കം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. സാധാരണ നിലയിൽ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകാറ്. രാഹുൽ ആദ്യം ഈ വിവരം മാധ്യമങ്ങളെ വിളിച്ചറിയിക്കുന്നതും രാഹുൽ തന്നെയാണ്. തന്റെ വീട്ടിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നോട് ഇവിടെ എത്തണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോലീസ് ട്രെയിനിങ് കോളേജ് ഇരിക്കുന്ന തൈക്കാടത്തെ ഓഫീസിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ് രാഹുൽ ഒരു അല്പം മുമ്പ് അറിയിച്ചത്. അതിനുശേഷം പിന്നീട് AR ക്യാമ്പ് എന്നുള്ള വിവരവും രാഹുൽ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും രാഹുലുമായുള്ള വാഹനം AR ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ സൈബർ പോലീസ് സ്റ്റേഷന് മുന്നിൽ മാധ്യമങ്ങളുടെ വലിയൊരു പടയുണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ അത്തരമൊരു നീക്കം കണ്ടാണോ രാഹുലിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും രാഹുൽ AR ക്യാമ്പിലുണ്ട്. ഇനിയിപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യലടക്കം അവിടെ നടക്കും. രാഹുലിന്റെ ഫോൺ അടക്കം ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത കാണുന്നു. ലാപ്ടോപ്പ് അടക്കം കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത കാണുന്നു. അതൊക്കെ ഈ AR ക്യാമ്പിൽ വെച്ചാണോ ഉണ്ടാകുക, അതോ അല്പസമയത്തിനകം തന്നെ രാഹുലിനെ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. രാഹുൽജി നാഥ് ഇപ്പോൾ AR ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാഹുലിലേക്ക് പോകാം. എന്തായാലും ഏറ്റവും പുതിയ വിവരം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയുടെ സൈബർ അധിക്ഷേപ പരാതിയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെ 4 പേരുടെ URL ആണ് പരാതിക്കാരി പോലീസിന് മുന്നിൽ നൽകിയത്. ഇത് പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും ഇനി അറിയേണ്ടത് ഈ AR ക്യാമ്പിൽ നിന്ന് തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കാൻ വന്ന് ഇപ്പോൾ AR ക്യാമ്പിൽ ആയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലാണ്. AR ക്യാമ്പിലേക്കാണ് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിട്ടുള്ളത്. പരാതിക്കാരി നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ഈ നടപടി വരുന്നത്. തിരുവനന്തപുരം നന്ദാവനത്തെ AR ക്യാമ്പിലേക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ എത്തിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക്, തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, AR ക്യാമ്പിലേക്ക് തന്നെയാണ്, നന്ദാവനത്തെ AR ക്യാമ്പിലേക്കാണ് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത്. അതിജീവിതയുടെ പേര്, അതിജീവിതയുടെ വിവരങ്ങൾ, വിലാസം, എവിടെ ജോലി ചെയ്യുന്നു, ഇതെല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് ഇപ്പോൾ അഴിക്കുള്ളിലാകും രാഹുൽ ഈശ്വർ എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിരന്തരം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, രാഹുൽ ഈശ്വർ മാത്രമല്ല, ഇന്നിപ്പോൾ ഈ പകൽ നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ പോലും ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ പുറത്തു വന്നതും കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില യുവജന സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ടും വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിലും ഔദ്യോഗികമായ പരാതി പോയിട്ടുണ്ട്. അതിലൊക്കെ വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ നടപടി ഉണ്ടാകുമോ? 10-ലധികം വരുന്ന URL-കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അതിൽ പരാതിയായി തന്നെ 4 പേരുടെ കാര്യം എത്തിയിട്ടുണ്ട്. ഒരു അഭിഭാഷക ആക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറുണ്ട്. കോൺഗ്രസിന്റെ ചില സൈബർ പോരാളികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ടുകളും URL-ലും ഒക്കെ പരിശോധിച്ച് വരികയാണ്. അങ്ങനെ വ്യാപകമായി തന്നെ ഈ അതിജീവിതയ്ക്കെതിരെ ഉള്ള പരാമർശങ്ങൾ നടത്തുന്നവരെ മുഴുവൻ നിരീക്ഷിച്ച് വരികയാണ്. അതിൽ എന്തെങ്കിലും തരത്തിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്നവരെയെല്ലാം നിരീക്ഷിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ആദ്യ നടപടിയാണ് രാഹുലിന്റെ കാര്യത്തിൽ അമലിലേക്ക് തിരിച്ചു വരാം. AR ക്യാമ്പിന് മുന്നിൽ നിന്ന് രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സൈബർ പോലീസ് സ്റ്റേഷൻ തൈക്കാട് എത്തിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഈ കാണുന്ന AR ക്യാമ്പിലേക്ക്
എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അന്വേഷണ സംഘത്തിന്റെ സൈബർ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള സംഘം രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. എത്തിയ ശേഷം ഇത്തരത്തിൽ ഹാജരാകണമെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഹാജരാകേണ്ടത്. അതിൽ കാര്യങ്ങൾ ചോദിച്ചറിയണമെന്ന് പറയുന്നു. അങ്ങനെയാണ് മുന്നിലുള്ള വാഹനത്തിൽ രാഹുൽ ഈശ്വറും ഭാര്യയും വരുന്നു. തൊട്ടു പിന്നാലെ ഈ സൈബർ വിഭാഗത്തിലെ വാഹനം ഉണ്ടായിരുന്നു. അങ്ങനെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. നിലവിൽ എന്തായാലും കസ്റ്റഡിയിലാണുള്ളത്. ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ എന്തായാലും ഈ സൈബർ വിഭാഗത്തിന്, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അവരുടെ സൈബർ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു. എന്നാൽ AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് കസ്റ്റഡി. ഇപ്പോൾ നിലവിൽ എന്തായാലും രാഹുൽ ഈശ്വർ കസ്റ്റഡിയിലാണ്. ഇനി ചോദ്യം ചെയ്യലുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് 4 പേർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ഉൾപ്പെടെയെല്ലാം ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഉണ്ടാകും. എന്തായാലും ഈ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടക്കുന്നു എന്ന് പരാതിക്കാരെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ADGP എത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. നിലവിൽ ശ്രീജിത്ത് ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നന്ദാപുരത്തെ AR ക്യാമ്പിന് മുന്നിൽ നിന്ന് രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. AR ക്യാമ്പിലാണ് രാഹുൽ ഈശ്വർ ഉള്ളത്. ഇതിൽ 4 പേർക്കെതിരെ 4 പേരുടെ URL ID അടക്കമാണ് പരാതിക്കാരി പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കസ്റ്റഡിയാണ്, ആദ്യത്തെ നടപടിയാണ്. ഫസ്റ്റ് പേഴ്സൺ ആണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ. അത് കഴിഞ്ഞ് മറ്റു 3 പേര് കൂടിയുണ്ട്. ഒരു വനിതാ അഭിഭാഷകയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സന്ദീപ് വാര്യരുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെ മറ്റ് നിലവിൽ 4 പേരുടെ URL ID വെച്ചിട്ടാണ് പരാതിക്കാരി ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും അതിജീവിതയെ അപമാനിച്ച കേസിൽ, അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്.